എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബോസ് ഫാൻസ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ രണ്ടാം ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മസാലയില്ലെങ്കിലും ഒരു മസാല ദോശ ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ ഹൗസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ദിവസം തുടങ്ങിയത് റെയ്സ്റ്റാർ ബാഡ്ജും കൊണ്ടുള്ള ഒരു കോലാഹലത്തോടെയാണ്. ആ ബാഡ്ജ് കിട്ടിയാൽ മാത്രമേ കസേരയിലും കട്ടിലിലും ഇരുന്ന് വിശ്രമിക്കാൻ പറ്റൂ. ഇന്നലെ ആര്യൻ, ബിന്നി, ഷാനവാസ് എന്നിവർക്കായിരുന്നു ആ സൗഭാഗ്യം. പക്ഷേ ഇവർ ആ ബാഡ്ജ് സംരക്ഷിക്കാൻ കിടന്ന പാട് അത് ബിഗ് ബോസ് കാണാത്തവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ അവരെ ഒരു രക്ഷയുമില്ലാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അന്യഗ്രഹ ജീവികളെ പിടിക്കാൻ നടക്കുന്ന സ്പേസ് ഷട്ടിൽ പോലെ. ഇതിനിടയിൽ സംഭവിച്ച ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയോ? ഷാനവാസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഡ്ജ് ഒരു മിന്നൽ വേഗത്തിൽ ഓണിയലിന് കൈമാറി. ഇത് കണ്ട അനീഷ് ദേഷ്യത്തിന്റെ പാരമ്യത്തിലെത്തി. ഇതൊരു ചീപ്പ് കളിയാണ് എന്ന് പറഞ്ഞ് അനീഷ് അവിടെയൊരു തകർപ്പൻ പ്രകടനം നടത്തി. ദേഷ്യം സഹിക്കാനാവാതെ ബാത്റൂമിന്റെ വാതിൽ പോലും ചവിട്ടി തുറന്നു. അവിടെ കാര്യങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിൽ അടുത്തൊരു കോമഡി രംഗം അരങ്ങേറി. രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞ് കുറച്ചുനേരം കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ തലവേദനയുടെ കാരണം ശരത്ത് ചോദ്യം ചെയ്തു. ഇത് കേട്ട അഭിലാഷ് തന്റെ അഭിപ്രായം അതിനോട് ചേർത്തു. രേണു വിശ്രമിക്കാൻ വേണ്ടി തലവേദനയുണ്ടെന്ന് പറയുകയാണെന്ന് അവർ ആരോപിച്ചു. ഒരു തമാശ രൂപേണ തുടങ്ങിയ ഈ സംവാദം പിന്നീട് രേണുവിനെ ദേഷ്യം പിടിപ്പിച്ചു. തന്റെ വേദനയെ അവർ കളിയാക്കുകയാണെന്ന് പറഞ്ഞ് രേണു ശക്തമായി തിരിച്ചടിച്ചു. ഇവിടെയാണ് ഒരു കൊച്ചുകാഴ്ച നമുക്ക് ലഭിച്ചത്. ഈ തർക്കത്തിനിടയിൽ അക്ബർ ഖാൻ ഒരു ചിരിയോടെ ഇതിനെ മെഡിക്കൽ മിറാക്കിൾ എന്ന് വിളിച്ചു. അതോടെ ആ രംഗം ഒരു ചിരിക്കലമായി മാറി. ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും മത്സരാർത്ഥികൾക്ക് ഒരു ചെറിയ പണി കാത്തിരിക്കുന്നുണ്ടെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. അതോടെ ഹൗസിലെ സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ബിഗ് ബോസ് ഹൗസ് ഒരു ചിരവയും തേങ്ങയും പോലെയാണ്. എന്നുവെച്ചാൽ ചിരവ വെറുതെ ഇരിക്കുമ്പോൾ തേങ്ങ ചിരകാൻ വരുന്നത് പോലെ മത്സരാർത്ഥികൾ വിശ്രമിക്കുമ്പോൾ ബിഗ് ബോസ് ഓരോ പണി കൊടുക്കാൻ വരും. ബിഗ് ബോസ് സീസൺ 7ന്റെ രണ്ടാം ദിവസം തുടങ്ങിയത് ഒരു റെയ്സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയുള്ള ഓട്ടത്തോടെയാണ്. സാധാരണ ആളുകൾ ഓടുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഇവിടെ ഓടുന്നത് കട്ടിലിൽ കിടക്കാനും കസേരയിൽ ഇരിക്കാനും വേണ്ടിയാണ്. ഇന്നലെ ആര്യൻ, ബിന്നി, ഷാനവാസ് എന്നിവർക്കായിരുന്നു ആ ഭാഗ്യം. ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഈ മൂന്നുപേരെയും കണ്ടാൽ കൊച്ചുകുട്ടികൾ മിഠായിക്ക് പിന്നാലെ പോകുന്നത് പോലെയാണ്. ഇതിനിടയിൽ ഷാനവാസ് ഒരു കൗശലക്കാരനെ പോലെ തന്റെ ബാഡ്ജ് ഓണിയലിന് കൈമാറി. ഇത് കണ്ടതോടെ അനീഷിന് ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ട അനീഷ് ബാത്റൂമിന്റെ വാതിൽ പോലും ചവിട്ടി തുറന്നു. എന്തിനാണ് ഒരു വാതിൽ ചവിട്ടി തുറന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. കാരണം ബാഡ്ജ് ഓണിയലിന്റെ കയ്യിലായിരുന്നല്ലോ. ഇതുപോലെ ഒരു കോമഡി രംഗം കൂടെ ഹൗസിൽ അരങ്ങേറി. രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞ് കുറച്ചുനേരം കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ തലവേദനയുടെ കാരണം ശരത്ത് ചോദ്യം ചെയ്തു. ഇത് കേട്ട അഭിലാഷ് രേണു വിശ്രമിക്കാൻ വേണ്ടി തലവേദനയുണ്ടെന്ന് പറയുകയാണെന്ന് ആരോപിച്ചു. ഇതോടെ രേണുവിന് ദേഷ്യം വന്നു. ഈ നാടകീയ രംഗത്തിനിടയിൽ അക്ബർ ഖാൻ ഒരു ചിരിയോടെ ഇതിനെ മെഡിക്കൽ മിറാക്കിൾ എന്ന് വിളിച്ചു. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ബോസ് സീസൺ 7ന്റെ രണ്ടാം ദിവസം ആരുടെ ദിവസമായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ ഒറ്റവാക്കിൽ ഞാൻ ഉത്തരം പറയില്ല. കാരണം രസകരമായ ഒരു സംഭവം എല്ലാവരുടെ ജീവിതത്തിലും നടന്നു. ആരുടെ ദിവസമായിരുന്നു? രണ്ടാം ദിവസം യഥാർത്ഥത്തിൽ ഒരു ടീം കളിയായിരുന്നു. ഷാനവാസ്, ബിന്നി, ആര്യൻ എന്നിവർക്ക് റെയ്സ്റ്റാർ ബാഡ്ജ് കിട്ടിയതിനാൽ അവർ ഒരു ടീമായി ആ ബാഡ്ജ് സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതിൽ അവർ വിജയിച്ചു. അതുപോലെ ബാഡ്ജ് തട്ടിയെടുക്കാൻ ശ്രമിച്ച മറ്റു മത്സരാർത്ഥികളും ഒരു ടീമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇത് ഒരാളുടെ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. മത്സരാർത്ഥികളുടെ പ്രകടനം രണ്ടാം ദിവസം. 1. അനീഷിന്റെ പ്രകടനം ഒരു ഭീകര പ്രകടനം പോലെയായിരുന്നു. ബാഡ്ജ് കിട്ടാത്തതിലുള്ള ദേഷ്യം കാരണം അനീഷ് ബാത്റൂമിന്റെ വാതിൽ പോലും ചവിട്ടി തുറന്നു. 2. അഭിലാഷ് ഒരു ചോദ്യം ചെയ്യുന്നവനായിട്ടാണ് രംഗപ്രവേശം ചെയ്തത്. രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അഭിലാഷ് രംഗത്തെത്തി. 3. ബിന്നി ഒരു നല്ല കളിക്കാരിയാണെന്ന് ഈ ദിവസം തെളിയിച്ചു. ബാഡ്ജ് സംരക്ഷിക്കാൻ ബിന്നി നന്നായി ശ്രമിച്ചു. 4. സാരിക ഒരു രക്ഷക ആയിട്ടാണ് രംഗത്ത് വന്നത്. ബഹളം കണ്ടപ്പോൾ സാരിക ബിഗ് ബോസിനോട് കാര്യങ്ങൾ ശാന്തമാക്കാൻ ആവശ്യപ്പെട്ടു. 5. അക്ബർ ഖാൻ ഒരു ചിരിക്കുന്ന താരമായിരുന്നു. രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് വിളിച്ചപ്പോൾ അക്ബർ ചിരിയുടെ കാര്യത്തിൽ മുന്നിൽ നിന്നു. 6. രേണു ഒരു പോരാളിയായിട്ടാണ് വന്നത്. തന്റെ തലവേദനയെ കളിയാക്കിയപ്പോൾ രേണു ശക്തമായി തിരിച്ചടിച്ചു. മറ്റുള്ളവരുടെ പ്രകടനം വളരെ സാധാരണമായിരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. രണ്ടാം ദിവസത്തെ ചൂടുള്ള വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകരെ ശരിക്കും വെറുപ്പിച്ച രണ്ടാം ദിവസത്തെ മത്സരാർത്ഥികളെക്കുറിച്ചാണ്. 1. അനീഷ്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് അനീഷ് ആയിരുന്നു. റെയ്സ്റ്റാർ ബാഡ്ജ് തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിൽ അനീഷ് ദേഷ്യപ്പെട്ടു. ബാഡ്ജ് കയ്യിൽ നിന്ന് പോയപ്പോൾ അനീഷ് ബാത്റൂമിന്റെ വാതിൽ ചവിട്ടി തുറന്നു. ഇത് കളിയിലെ ഒരു ഭാഗം മാത്രമായിരുന്നിട്ടും അനീഷ് കാണിച്ച ഈ ദേഷ്യം പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. 2. ശരത്ത്. അടുത്തത് ശരത്താണ്.
രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അത് അഭിനയമാണെന്ന് ശരത്ത് സംശയിച്ചു. ഇത് കാണികൾക്ക് ഇഷ്ടമായില്ല. 3. അഭിലാഷ്. അഭിലാഷും ശരത്തിന്റെ കൂടെ രേണുവിനെ ചോദ്യം ചെയ്തത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. 4. അക്ബർ ഖാൻ. രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ് കളിയാക്കിയതുകൊണ്ടാണ് അക്ബർ ഖാൻ പ്രേക്ഷകരുടെ കണ്ണിൽ ഒരു വില്ലൻ പരിവേഷം നേടിയത്. ഇവരെല്ലാം തങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായില്ല. പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇവിടെ നാളെ പക്ഷേ ഇവരെല്ലാവരുടെയും പ്രിയപ്പെട്ട മത്സരാർത്ഥികളായി മാറിയേക്കാം. രണ്ടാം ദിവസത്തെ പ്രകടനം കണ്ട് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന മത്സരാർത്ഥികളെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. ആരാണ് ഷോയിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ പോകുന്നത്? 1. ആര്യൻ. രണ്ടാം ദിവസം ബാഡ്ജ് കിട്ടിയ ആര്യൻ ഒരു കളിയിലെ സൂത്രധാരനാണെന്ന് തെളിയിച്ചു. ബാഡ്ജ് സ്വന്തമാക്കാൻ വന്നവർക്കിടയിൽ നിന്ന് ബാഡ്ജ് സ്വന്തമാക്കി സംരക്ഷിക്കാൻ ആര്യൻ ശ്രമിച്ചത് ഒരു സൂപ്പർ താരത്തിന്റെ ലക്ഷണമാണ്. ആര്യന്റെ കളിയിലെ തന്ത്രങ്ങൾ ഒരുപാട് ദൂരേക്കെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2. ബിന്നി. ബിന്നി ഒരു ശക്തമായ മത്സരാർത്ഥിയാണെന്ന് രണ്ടാം ദിവസം തെളിയിച്ചു. ബാഡ്ജ് കിട്ടിയപ്പോൾ ബാക്കിയുള്ളവർ ബാഡ്ജ് തട്ടിയെടുക്കാൻ വന്നപ്പോൾ ബിന്നി അത് സംരക്ഷിക്കാൻ നന്നായി ശ്രമിച്ചു. 3. ഷാനവാസ്. ബാഡ്ജ് തട്ടിയെടുക്കാൻ വന്നവരെ പറ്റിക്കാൻ വേണ്ടി ഷാനവാസ് തന്റെ ബാഡ്ജ് ഓണിയലിന് കൈമാറി. ഇത് ഷാനവാസ് ഒരു ബുദ്ധിശാലിയായ കളിക്കാരനാണെന്ന് തെളിയിച്ചു. 4. രേണു. രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ രേണു അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചു. തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രേണുവിന് ഒരു മടിയുമില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. അപ്പോൾ ഇവരൊക്കെയാണ് രണ്ടാം ദിവസത്തെ പ്രകടനം കൊണ്ട് പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയ മത്സരാർത്ഥികൾ. വരും ദിവസങ്ങളിൽ ഇവരെല്ലാം കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകരെ ശരിക്കും നിരാശപ്പെടുത്തിയ മത്സരാർത്ഥികളെക്കുറിച്ചാണ്. രണ്ടാം ദിവസം ചില മത്സരാർത്ഥികൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു. പ്രേക്ഷകർക്ക് അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവരുടെ പ്രകടനം നിരാശപ്പെടുത്തി. 1. അനീഷ്. റേസ് സ്റ്റാർ ബാഡ്ജ് തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിൽ അനീഷ് ദേഷ്യം കാണിച്ചത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. ബാഡ്ജ് കയ്യിൽ നിന്ന് പോയപ്പോൾ അനീഷ് ബാത്റൂമിന്റെ വാതിൽ ചവിട്ടി തുറന്നു. ഇത് കളിയിലെ ഒരു ഭാഗം മാത്രമായിരുന്നിട്ടും അനീഷ് കാണിച്ച ഈ ദേഷ്യം പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. 2. ശരത്ത്. ശരത്ത് രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് അഭിനയമാണെന്ന് സംശയിച്ചു. ഇത് കാണികൾക്ക് ഇഷ്ടമായില്ല. ഒരു മത്സരാർത്ഥിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയത് ശരത്തിന് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നൽകി. 3. അഭിലാഷ്. അഭിലാഷും ശരത്തിന്റെ കൂടെ രേണുവിനെ ചോദ്യം ചെയ്തത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. ഒരു വ്യക്തിയുടെ വേദനയെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ അഭിലാഷിന്റെ പ്രകടനം പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. 4. അക്ബർ ഖാൻ. രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ് കളിയാക്കിയതുകൊണ്ടാണ് അക്ബർ ഖാൻ പ്രേക്ഷകരുടെ കണ്ണിൽ ഒരു വില്ലൻ പരിവേഷം നേടിയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ രേണു സുധിയുടെ പ്രകടനമാണ്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ രേണു സുധി ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമാണെന്ന് രണ്ടാം ദിവസം തെളിയിച്ചു. റേസ് സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയുള്ള മത്സരത്തിൽ രേണു ശാരീരികമായി വളരെ സജീവമായിരുന്നു. രണ്ടാം ദിവസത്തെ ഏറ്റവും വലിയ സംഭവം രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്ത സംഭവമാണ്. രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അത് അഭിനയമാണെന്ന് ശരത്ത് സംശയിക്കുകയും അഭിലാഷ് അതിനെ പിന്തുണക്കുകയും ചെയ്തു. തന്റെ വേദനയെ ചോദ്യം ചെയ്തപ്പോൾ രേണു അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. എന്റെ വേദനയെ കളിയാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് രേണു പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് രേണു ഒരു പോരാളിയാണെന്ന് മനസ്സിലായി. ഈ സംഭവത്തിൽ രേണു തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചു. കൂടാതെ മറ്റുള്ളവർ തന്നെ കളിയാക്കിയാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ രേണുവിന് കഴിവുണ്ടെന്നും തെളിയിച്ചു. അപ്പോൾ ഇതാണ് രേണു സുധിയുടെ രണ്ടാം ദിവസത്തെ പ്രകടനം. വരും ദിവസങ്ങളിൽ രേണു കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ അനീഷിന്റെ പ്രകടനമാണ്. അനീഷിന്റെ പ്രകടനം ദേഷ്യവും നിരാശയും. ബിഗ് ബോസ് ഹൗസിലെ രണ്ടാം ദിവസം അനീഷിന്റെ ഒരു സ്വഭാവം പ്രേക്ഷകർക്ക് മുന്നിൽ വ്യക്തമായി. റേസ് സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഷാനവാസ് തന്റെ ബാഡ്ജ് ഓണിയലിന് കൈമാറിയത് അനീഷിനെ ശരിക്കും പ്രകോപിപ്പിച്ചു. ഒരു ചെറിയ കളിയിലെ ഒരു തന്ത്രം മാത്രമായിരുന്നിട്ടും അനീഷ് ദേഷ്യത്തിന്റെ പാരമ്യത്തിലെത്തി. ഇതൊരു ചീപ്പ് കളിയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അനീഷ് ബാത്റൂമിന്റെ വാതിൽ പോലും ചവിട്ടി തുറന്നു. ഈ സംഭവം പ്രേക്ഷകർക്ക് ഒരുപാട് നിരാശ നൽകി. കളിയായിട്ടെടുക്കേണ്ട ഒരു കാര്യത്തിൽ അനീഷ് ദേഷ്യപ്പെട്ടത് പലർക്കും ഇഷ്ടമായില്ല. ഇത് ഒരുപക്ഷെ അനീഷിന്റെ യഥാർത്ഥ സ്വഭാവമാണോ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു. അനീഷിന്റെ ഈ പ്രകടനം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിച്ചു. വരും ദിവസങ്ങളിൽ അനീഷ് തന്റെ ദേഷ്യം നിയന്ത്രിക്കുമോ അതോ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ അപ്പാനി ശരത്തിന്റെ പ്രകടനമാണ്. അപ്പാനി ശരത്ത്. ചോദ്യം ചെയ്യലും സംശയവും. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്പാനി ശരത്ത്. രേണുവിന് തലവേദനയാണോ എന്ന് സംശയിച്ചുകൊണ്ട് ശരത്ത് രംഗത്തെത്തി.
ഇത് ഒരുപക്ഷേ രേണുവിന് വിശ്രമിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് ശരത്ത് അഭിപ്രായപ്പെട്ടു. ഈ സംഭവം പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നു. ഒരാൾക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തത് ശരത്തിന്റെ പ്രകടനത്തിന് ഒരു നെഗറ്റീവ് അഭിപ്രായം നൽകി. അപ്പാനി ശരത്ത് ഒരു ശക്തനായ കളിക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് അറിയാം. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ശരത്ത് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുകൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ അഭിയുടെയും അക്ബർ ഖാന്റെയും പ്രകടനമാണ്. അഭി, അക്ബർ ഖാൻ, കളിയാക്കലും നിരാശയും. ബിഗ് ബോസ് വീട്ടിലെ രണ്ടാം ദിവസം ചില മത്സരാർത്ഥികളുടെ പ്രകടനം പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. അതിൽ പ്രധാനികളാണ് അഭിയും അക്ബർ ഖാനും. അഭി ഒരു ചോദ്യം ചെയ്യുന്നവനായിട്ടാണ് രംഗപ്രവേശം ചെയ്തത്. രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അഭി രംഗത്തെത്തി. ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. അക്ബർ ഖാൻ ഒരു ചിരിക്കുന്ന താരമായിരുന്നു. രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് വിളിച്ചപ്പോൾ അക്ബർ ചിരിയുടെ കാര്യത്തിൽ മുന്നിൽ നിന്നു. ഒരു വ്യക്തിയുടെ വേദനയെ കളിയാക്കിയത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ അനുമോളുടെ പ്രകടനമാണ്. അനുമോൾ, കുസൃതിയും തമാശയും. ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ തന്റെ കുസൃതിയും തമാശയും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. അനുമോൾ ഒരു ശക്തമായ മത്സരാർത്ഥിയാണെന്ന് രണ്ടാം ദിവസം തെളിയിച്ചു. റെയ്സ്റ്റാർ ബാഡ്ജ് തട്ടിയെടുക്കാൻ വന്നപ്പോൾ അനുമോൾ ബാഡ്ജ് കിട്ടിയവരെ പറ്റിക്കാൻ ശ്രമിച്ചു. ഇത് ഒരു തമാശ നിറഞ്ഞ പ്രകടനമായിരുന്നു. അനുമോൾ ഒരുപാട് തമാശകൾ പറഞ്ഞുകൊണ്ട് ഹൗസിലെ അന്തരീക്ഷം ഒരു കോമഡി ഷോ പോലെയാക്കി. അനുമോൾ തന്റെ തമാശകളും കുസൃതിയും കൊണ്ട് പ്രേക്ഷകരെ രസിപ്പിച്ചു. അനുമോൾ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചു. വരും ദിവസങ്ങളിൽ അനുമോൾ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ റെന ഫാത്തിമയുടെ പ്രകടനമാണ്. റെന ഫാത്തിമ തീപാറുന്ന പ്രകടനം. ബിഗ് ബോസ് വീട്ടിലെ രണ്ടാം ദിവസം റെന ഫാത്തിമ തന്റെ പ്രകടനം കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. ഒരു 19 വയസ്സുകാരിക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് റെന കാഴ്ചവെച്ചത്. റെയ്സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയുള്ള മത്സരത്തിൽ റെന ശാരീരികമായി വളരെ സജീവമായിരുന്നു. ബാഡ്ജ് തട്ടിയെടുക്കാൻ റെന ഒരുപാട് ശ്രമിച്ചു. ഈ മത്സരത്തിൽ റെന ഒരു മിടുക്കിയായ കളിക്കാരിയാണെന്ന് തെളിയിച്ചു. റെനയുടെ പ്രകടനം കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് റെന ഒരു ശക്തയായ മത്സരാർത്ഥിയാണെന്ന് മനസ്സിലായി. റെയ്സ്റ്റാർ ബാഡ്ജ് തട്ടിയെടുക്കാൻ വന്നപ്പോൾ റെന ബാഡ്ജ് കിട്ടിയവരെ പറ്റിക്കാൻ ശ്രമിച്ചു. ഇത് ഒരു തമാശ നിറഞ്ഞ പ്രകടനമായിരുന്നു. അപ്പോൾ ഇതാണ് റെന ഫാത്തിമയുടെ രണ്ടാം ദിവസത്തെ പ്രകടനം. വരും ദിവസങ്ങളിൽ റെന കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. ഈ ടാസ്ക് കണ്ടപ്പോൾ ചിലർക്ക് കൈയടിക്കാനും മറ്റു ചിലർക്ക് തലയിൽ കൈവച്ചിരിക്കാനും തോന്നി. ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും ഒരു ചതി. രണ്ടാം ദിവസത്തെ ഏറ്റവും വലിയ സംഭവം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ഈ ടാസ്കിൽ മത്സരാർത്ഥികൾ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളുകളുടെ മുഖത്ത് ഷേവിംഗ് ഫോം പുരട്ടണം. ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇതൊരു തമാശ നിറഞ്ഞ ടാസ്ക് ആയിരിക്കുമെന്ന് തോന്നി. എന്നാൽ ബിഗ് ബോസ് ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് അവതരിപ്പിച്ചു. അനീഷിന്റെ പ്രകടനം അനീഷ് പ്രേക്ഷകരെ ഞെട്ടിച്ചു. സാരികയുടെ മുഖത്ത് ഷേവിംഗ് ഫോം പുരട്ടിക്കൊണ്ട് അനീഷ് പറഞ്ഞു, സാരിക, നിങ്ങൾ മുഴുവൻ മലയാളികളെയും വിഡ്ഢികളാക്കുകയാണ്. ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴി തുറന്നു. ഷാനവാസ് ഒരു ബുദ്ധിശാലിയായ കളിക്കാരനാണെന്ന് തെളിയിച്ചു. അനുമോൾ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുമോൾക്ക് ഷേവിംഗ് ഫോം പുരട്ടി. അപ്രതീക്ഷിതമായ ട്വിസ്റ്റ്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ബിഗ് ബോസ് നടത്തിയ ഒരു ട്വിസ്റ്റാണ്. ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളായി ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്ത അനീഷിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. ഇത് ഒരു ചതിയാണെന്ന് ഹൗസിലെ പല മത്സരാർത്ഥികളും ചിന്തിച്ചു. അപ്പോൾ ഇതാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ നടന്ന സംഭവങ്ങൾ. ഈ ടാസ്കിൽ അനീഷിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറക്കും. ഈ സീസൺ ഒരുപാട് നാടകീയ രംഗങ്ങളാൽ നിറഞ്ഞിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും മത്സരാർത്ഥികളുടെ നോമിനേഷനുകളെക്കുറിച്ചും അവരുടെ പ്രകടനത്തെക്കുറിച്ചുമാണ്. രേണുസുധി ശക്തമായി പ്രതികരിച്ചു. തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രേണുവിന് ഒരു മടിയുമില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. അപ്രതീക്ഷിതമായ ട്വിസ്റ്റ്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ബിഗ് ബോസ് നടത്തിയ ഒരു ട്വിസ്റ്റാണ്. ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളായി ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്ത അനീഷിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. ഇത് ഒരു ചതിയാണെന്ന് ഹൗസിലെ പല മത്സരാർത്ഥികളും ചിന്തിച്ചു. ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്? ഈ ടാസ്കിൽ ഓരോ മത്സരാർത്ഥിയും ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളുകളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ പ്രധാനികൾ താഴെ പറയുന്നവരാണ്. അനീഷ്. ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. അനീഷ് ദേഷ്യപ്പെടുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. സാരിക മുഴുവൻ മലയാളികളെയും വിഡ്ഢികളാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് സാരികയെ നോമിനേറ്റ് ചെയ്തു. അനുമോൾ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുമോൾക്ക് ഷേവിംഗ് ഫോം പുരട്ടി.
രേണുസുതി രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് അഭിനയമാണെന്ന് സംശയിച്ചവർ രേണുസുതിയെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് രണ്ടാം ദിവസത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നടന്ന സംഭവങ്ങളും നോമിനേഷനുകളും. ഈ ടാസ്കിൽ അനീഷിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഒരുപാട് ചർച്ചകൾക്ക് വഴിതുറക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രേണുസുധിയുടെ തലവേദനയും അതിനോടുള്ള മറ്റ് മത്സരാർത്ഥികളുടെ പ്രതികരണവുമാണ്. രേണുവിന്റെ തലവേദന അഭിനയമോ അതോ സത്യമോ? ബിഗ് ബോസ് വീട്ടിലെ രണ്ടാം ദിവസത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രേണുസുധിയുടെ തലവേദനയായിരുന്നു. രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞ് കുറച്ചുനേരം കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് അഭിനയമാണോ എന്ന് ശരത്തും അഭിയും സംശയിച്ചു. അവർ രേണുവിനെ ചോദ്യം ചെയ്തു. ഈ സംഭവം ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് പെട്ടെന്നൊരു സുഖമില്ലായ്മ വന്നാൽ അത് അഭിനയമായിരിക്കാം. കാരണം ബിഗ് ബോസ് വീട്ടിൽ ഓരോ കാര്യത്തിനും ഓരോ ലക്ഷ്യമുണ്ടാകും. പക്ഷേ ഇത് രേണുവിന്റെ കാര്യത്തിൽ സത്യമായിരിക്കാം. കാരണം രേണുവിന്റെ പ്രതികരണം വളരെ ശക്തമായിരുന്നു. അഭി, ശരത്ത്, അക്ബർ നെഗറ്റീവ് ആകുമോ? രേണുവിന്റെ തലവേദനയെ ചോദ്യം ചെയ്ത അഭിയും ശരത്തും അക്ബർ ഖാനും പ്രേക്ഷകരുടെ കണ്ണിൽ ഒരു നെഗറ്റീവ് ഇമേജ് നേടിയിട്ടുണ്ട്. ശരത്തും അഭിയും ഒരു മത്സരാർത്ഥിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയത് ശരത്തിനും അഭിക്കും ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നൽകി. അക്ബർ ഖാൻ രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ് കളിയാക്കിയതുകൊണ്ടാണ് അക്ബർ ഖാൻ പ്രേക്ഷകരുടെ കണ്ണിൽ ഒരു വില്ലൻ പരിവേഷം നേടിയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ദിവസത്തെ എല്ലാ മത്സരാർത്ഥികളുടെയും പ്രകടനമാണ്. എല്ലാവരും നമ്മളെ നിരാശപ്പെടുത്തിയോ എന്ന് നമുക്ക് നോക്കാം. രണ്ടാം ദിവസം ഓഗസ്റ്റ് 4. ഒരു കൂട്ടായ നിരാശ. രണ്ടാം ദിവസം ഹൗസിൽ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ചിലർക്ക് കൈയടിക്കാനും മറ്റു ചിലർക്ക് തലയിൽ കൈവച്ചിരിക്കാനും തോന്നി. ബിഗ് ബോസ് ഹൗസ് ഒരു ചിരവയും തേങ്ങയും പോലെയാണ്. എന്നുവെച്ചാൽ ചിരവ വെറുതെ ഇരിക്കുമ്പോൾ തേങ്ങ ചിരകാൻ വരുന്നത് പോലെ മത്സരാർത്ഥികൾ വിശ്രമിക്കുമ്പോൾ ബിഗ് ബോസ് ഓരോ പണി കൊടുക്കാൻ വരും. രണ്ടാം ദിവസം എല്ലാവരും നിരാശപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു കൂട്ടായ നിരാശയാണ് ഹൗസിൽ സംഭവിച്ചത്. നിരാശപ്പെടുത്തിയ മത്സരാർത്ഥികൾ: 1. അനീഷ്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് അനീഷായിരുന്നു. റെയ്സ്റ്റാർ ബാഡ്ജ് തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിൽ അനീഷ് ദേഷ്യപ്പെട്ടു. ബാഡ്ജ് കയ്യിൽ നിന്ന് പോയപ്പോൾ അനീഷ് ബാത്റൂമിന്റെ വാതിൽ ചവിട്ടി തുറന്നു. ഇത് കളിയിലെ ഒരു ഭാഗം മാത്രമായിരുന്നിട്ടും അനീഷ് കാണിച്ച ഈ ദേഷ്യം പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. 2. ശരത്തും അഭിയും രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് അഭിനയമാണെന്ന് സംശയിച്ചു. ഒരു മത്സരാർത്ഥിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയത് ശരത്തിനും അഭിക്കും ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നൽകി. 3. അക്ബർ ഖാൻ രേണുവിന്റെ തലവേദനയെ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ് കളിയാക്കിയതുകൊണ്ടാണ് അക്ബർ ഖാൻ പ്രേക്ഷകരുടെ കണ്ണിൽ ഒരു വില്ലൻ പരിവേഷം നേടിയത്. പ്രതീക്ഷ നൽകിയ മത്സരാർത്ഥികൾ. രണ്ടാം ദിവസം ചില മത്സരാർത്ഥികൾ പ്രതീക്ഷ നൽകി. 1. രേണുസുധി. രേണുവിന് തലവേദനയാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് അഭിനയമാണെന്ന് സംശയിച്ചവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രേണുവിന് ഒരു മടിയുമില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. 2. ഷാനവാസ് ഒരു ബുദ്ധിശാലിയായ കളിക്കാരനാണെന്ന് തെളിയിച്ചു. അനുമോൾ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്തയാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുമോൾക്ക് ഷേവിംഗ് ഫോം പുരട്ടി. അപ്പോൾ ഇതാണ് രണ്ടാം ദിവസത്തെ പ്രകടനം. ചിലർ നിരാശപ്പെടുത്തിയെങ്കിലും മറ്റു ചിലർ പ്രതീക്ഷ നൽകി. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത റിവ്യൂവുമായി ഞാൻ ഉടൻ വരും.